السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, റുദറുംബിൽ ജഹലുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ വിശകലനമാണ് കഴിഞ്ഞ ചില സംസാരങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായി സഹോദരൻ ആഷിഖ് തന്റെ സംസാരത്തിന്റെ 18 മിനിറ്റ് കഴിഞ്ഞ് വിശദീകരിക്കുന്ന ഏകദേശം 26 മിനിറ്റ് വരെ 8-9 മിനിറ്റ് വിശദീകരിക്കുന്ന കാര്യങ്ങൾക്കുള്ള അതിനെ സംബന്ധിച്ച വിശകലനമാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പിന്നീട് മറ്റൊരു മറുപടിയായി പറയാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്തുകൊണ്ട് ഇന്നന്ന ആളുകളെ കാഫറാക്കിയില്ല എന്ന ചോദ്യമാണ് അതിലുള്ളത്. സുബ്കിയെ കാഫറാക്കിയില്ല, ഇഖ്നാഇയെ കാഫറാക്കിയില്ല, അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബക്രിയെക്കുറിച്ചും കാഫറാണെന്ന് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുർജി ആണോ എന്നതാണ് ചോദ്യം. ഒന്നാമതായി ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ രാജ്യത്തെ ഭരണാധികാരിയോ താൻ ജീവിച്ച നാട്ടിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലോ എങ്കിലുമോ ഔദ്യോഗിക ഖാളിയോ ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥനായി ജീവിക്കുന്ന വിധി പറയേണ്ട ഒരാൾ പറയേണ്ടടുത്ത് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും ഖാളിയായിട്ടില്ലാത്ത ഒരാൾ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു അധികാരവും മോഹിക്കാത്ത, അധികാരം വഹിച്ചിട്ടില്ലാത്ത, ജീവിതകാലത്തിൽ പലപ്പോഴും ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കടന്നിട്ടുള്ള, മരിക്കുമ്പോൾ പോലും ജയിലിലായിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം ആ നാട്ടിലെ ഒരു പൗരൻ മാത്രമാണ്. ഇസ്ലാമികമായ വിധികൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. മതം പറയാം, മതം പഠിപ്പിക്കാം, ഔദ്യോഗിക ഉത്തരവിറക്കേണ്ട ആളല്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള ആളുകളെ സംബന്ധിച്ച് വിധി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥരല്ല. ആ നാട്ടിലെ ഭരണാധികാരി അതിനെതിരാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് പല കാര്യങ്ങളിലും ഹക്ക് പറഞ്ഞതിന്റെ പേര്. അപ്പോ ചോദിക്കുന്ന ആളുകൾ ചോദ്യം കേട്ടാൽ തോന്നുക ഇതൊക്കെ ഇയാൾ ചെയ്യേണ്ട പണിയാണല്ലോ, എന്തുകൊണ്ടാ പണി ചെയ്തില്ല എന്നല്ല. എന്നാൽ ആളുകളുടെ എണ്ണം നോക്കി കാഫറിനെയും കാഫറല്ലാത്തവരെയും വേർതിരിച്ച് ലിസ്റ്റിറക്കേണ്ട ഒരു പണി അദ്ദേഹത്തിനതല്ല, ആർക്കുമില്ല. അദ്ദേഹം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരുമായിരുന്നില്ല. എന്നാൽ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും സുവ്യക്തവുമാണ്. അപ്പോ ഇതാണ് ഈ വിഷയത്തിൽ ഒന്നാമതായി പറയാനുള്ളത്. അദ്ദേഹം ഒരു നാട്ടിലെ ഖാളിയായിരുന്നില്ല. ഇനി അദ്ദേഹത്തിന്റെ നിലപാടെന്താണ്? അത് നേരത്തെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. മജ്മൂ ഫത്താവ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഫത്വ സമാഹാരത്തിന്റെ 11-ാം വാള്യം 407-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം കൂടി വായിക്കാം. മനുഷ്യരിൽ അധിക പേരും ജീവിക്കുന്നത് ചില ഇസ്ലാമിന്റേതായ അല്ലെങ്കിൽ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളിൽ ഏറിയ കൂറും ദ്രവിച്ചുപോയിട്ടുള്ള സ്ഥലങ്ങളിലും കാലങ്ങളിലുമാണ് മനുഷ്യരിൽ അധികവും ജീവിക്കുന്നത്. അത്തരം പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്തൊരു കാര്യവുമായിട്ടാണോ റസൂലിനെ നിയമിച്ചത് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാവുന്ന ആരും ഉണ്ടാവുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം നൽകാൻ പറ്റിയ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആരും ഉണ്ടാവുകയുമില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. അതിനാൽ തന്നെ ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യം എന്താണ് എന്ന് അധികവും അറിയില്ല. അത് എത്തിച്ചു കൊടുക്കുന്ന തബ്ലീഗ് നടത്താവുന്ന ഒരാളും അവിടെ ഉണ്ടാവുകയുമില്ല. ഇത് ആവർത്തിച്ച് പറയണം അദ്ദേഹം. വമിത്ലു ഹാദാ ലാ യക്ഫുർ, ഇങ്ങനെയുള്ള ഒരാൾ കാഫറായി തീരുകയില്ല. കാരണം എന്താ? അയാൾക്ക് ഹുജ്ജത്ത് ലഭിച്ചിട്ടില്ല, ശരിയായ ഒരു വശം അദ്ദേഹം കേട്ടിട്ടേയില്ല, കേൾപ്പിക്കാനുള്ള ആളുമില്ല. എങ്കിൽ അത്തരം സാഹചര്യത്തിലുള്ള ഒരാൾക്ക് ഉദ്റുണ്ട്, അയാൾ കാഫറാവുകയില്ല. അടുത്ത വാചകം, വലിഹാദ തഫഖൽ അഇമ്മതു അലാ അന്ന മൻ നശഅ ബിബാദിയത്തിൻ ബഈദത്തിൻ അൻ അഹ്ലിൽ ഇൽമി വൽ ഈമാൻ വകാന ഹദീസൽ അഹ്ദി ബിൽ ഇസ്ലാം ഫഅൻകറ ശൈഅൻ മിൻ ഹാദിഹിൽ അഹ്കാമിൽ ളാഹിറത്തിൽ മുതവാതിറ ഫഇന്നഹു ലാ യുഹക്കു ബികുഫ്രിഹി ഹത്താ യഅരിഫ മാ ജാഅ ബിഹി റസൂൽ. എന്നാൽ മുസ്ലിം ഉമ്മത്തിന്റെ അഇമ്മത്ത് ഇമാമുകളെല്ലാം ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈമാനിൽ നിന്നും ഇൽമിന്റെ ആളുകളിൽ നിന്നും അകലെയുള്ള അകന്ന സ്ഥലങ്ങളിൽ, മരുപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരം വിദൂര പ്രദേശങ്ങളിൽ ഇസ്ലാമികമായ ഒരു ഇൽമുമില്ലാത്ത, അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ അവൻ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്നവനാണ്. അങ്ങനെയുള്ള ഒരാൾ ഇസ്ലാമിന്റെ പ്രകടമായ വിധികളിൽപ്പെട്ട മുതറാത്തിറായി വന്നിട്ടുള്ള പ്രത്യക്ഷമായ വിധികളിൽപ്പെട്ട ഏതെങ്കിലും കാര്യം ഒരുത്തൻ നിഷേധിച്ചാൽ അവൻ കാഫറാണെന്ന് വിധിക്കാവതല്ല. ഏതുവരെ? റസൂൽ കൊണ്ടുവന്നത് എന്താണെന്ന് അവൻ അറിയുന്നത് വരെ. അപ്പൊ വ്യക്തമാണ് ആർക്കുതിറുണ്ട്, ആർക്കുതിറില്ല. ഇവിടെ ചോദ്യം ചോദിച്ചു വിടുന്ന ആളുകൾക്ക് ഉള്ള അഭിപ്രായം ആയിരുന്നില്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടേത്. ആർക്കുണ്ട്, ആർക്കില്ല, എപ്പോഴുണ്ട്, എപ്പോഴില്ല എന്ന് കൃത്യമായി ഇദ്ദേഹത്തിന്റെ ഈ വാചകത്തിൽ നിന്നും മറ്റു വാചകങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ വശവും ഇബ്നു തൈമിയ ഒരു ഖാളിയായി നിയോഗിക്കപ്പെട്ട ആളല്ല
എന്ന കാര്യവും മനസ്സിലാക്കുമ്പോൾ പൊതുവായി പറയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ കാഫറാക്കിയിട്ടുമുണ്ട്. അത് ആഷിഖിന്റെ സംസാരത്തിൽ തന്നെ വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സംസാരത്തിനിടക്ക് അത് മറ്റൊരിടത്ത് പറഞ്ഞതാണ്. ആ ഇബ്നു തൈമിയ ഇന്നാളെ കാഫറാക്കി, ഇന്നാളെ കാഫറാക്കിയില്ല. അപ്പൊ എന്താ, ഒരാളെ കാഫറാക്കിയ കാരണം ഉണ്ടാവും, മറ്റൊരാളെ കാഫറാക്കാതിരിക്കാൻ അതിനും കാരണം ഉണ്ടാവും. അയാൾ കുതിരുണ്ടാകാം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്തുകൊണ്ട് കാഫറാക്കിയില്ല എന്ന് നമ്മൾ പുതിയൊരു ന്യായം കണ്ടെത്തേണ്ടതില്ല. അതായത് വ്യക്തിപരമായി കാഫറാക്കാൻ പറ്റൂല, കുതിറുണ്ട്, അതാണ് പൊതുതത്വം എന്നതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം കണ്ടോ ബക്രിയെ, സൂക്കിയെ, ഇഹ്നായിയെ ഒന്നും കാഫറാക്കിയില്ല എന്ന് പറയാൻ വകുപ്പില്ല. ശൈഖുൽ ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബക്രിയെ കാഫറാക്കാതിരുന്നത്. ബക്രി ശൈഖുൽ ഇസ്ലാം കാഫറാണ് എന്ന് പറഞ്ഞ ആളാണ്. ഈ ബക്രിക്ക് മറുപടിയായി ശൈഖുൽ ഇസ്ലാം എഴുതിയിട്ടുള്ള അൽ ഇസ്തിഗാസ എന്നോ അല്ലെങ്കിൽ റദ്ദുൻ അൽ ബക്രി എന്നോ അറിയപ്പെടുന്ന പുസ്തകത്തിൽ അതിന്റെ 252 പേജിൽ അദ്ദേഹം പറയുന്നത് കാണാം. വലിഹാദാ കാന അഹ്ലുൽ ഇൽമി വസ്സുന്നത്തി ലാ യുകഫിറൂന മൻ ഖാലഫഹും വഇൻ കാന ദാലികൽ മുഖാലിഫു യുകഫിറുഹും. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇപ്പറഞ്ഞതിനാൽ, അതായത് മോൾ വിശദീകരിച്ച സംഗതിയാൽ ലാ യുകഫിറൂന മൻ ഖാലഫഹും, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരോട് എതിരാകുന്ന ആളുകളെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ കാഫറാക്കിയിരുന്നില്ല. ആ എതിരാളികളായ ആളുകൾ തങ്ങളെ കാഫറാക്കിയിട്ടുണ്ടെങ്കിലും, കാരണം കുഫ്ർ എന്ന് പറയുന്നത് അവിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസിയായി എന്ന് പറയൽ മതപരമായ ഒരു വിധിയാണ്. ആ വിഷയത്തിൽ ഫലൈസലിൽ ഇൻസാനി അയ്യു ആഖിബ ബിമിസ്ലിഹി, തന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചത് അതുപോലെ അങ്ങോട്ടും അവനെ ശിക്ഷിക്കുക എന്നത് ഒരു മനുഷ്യന് പറ്റിയതല്ല. എന്ന് പറഞ്ഞാൽ ഓരോരുത്തൻ കാഫറാക്കി, അപ്പൊ കാഫറാക്കിയവനെ തിരിച്ചങ്ങോട്ടും കാഫറാക്കുക എന്നുള്ളത് യോജിച്ച നിലപാടല്ല. ഏതുപോലെ ഒരാൾ എന്നെക്കുറിച്ച് കളവ് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ വ്യഭിചരിച്ചു എങ്കിൽ തന്നെക്കുറിച്ച് കളവ് പറഞ്ഞവനെതിരിൽ തിരിച്ചങ്ങോട്ടൊരു കളവ് പറഞ്ഞ് പ്രതികരിക്കുക എന്നത് പറ്റാത്തതുപോലെ തന്റെ ഭാര്യയെ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും വ്യഭിചരിച്ചവന് അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ പകരം വ്യഭിചരിക്കുക എന്നത് പറ്റാത്തതുപോലെ തന്നെ. കാരണം കളവ് എന്ന് പറയുന്നതും വ്യഭിചാരം എന്ന് പറയുന്നതും ഹറാമായി നിശ്ചയിക്കപ്പെട്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ കാഫറാക്കിയവനെ തിരിച്ചങ്ങോട്ട് കാഫറാക്കുക എന്നത് പറ്റിയ നിലപാടല്ല. ഇത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. അപ്പൊ എന്താ അവിടെ വ്യക്തമായി, ബക്രി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കാഫറാക്കി. അതുകൊണ്ട് തന്നെ ആ കാഫറാക്കിയ ആളെ കാഫറാക്കാൻ പറ്റുകയില്ല എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ നിലപാട് എന്നതുകൊണ്ടാണ് ഞാൻ കാഫറാക്കാതിരുന്നത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞാൽ, അതും എവിടെ ഈ ബക്രിക്കുള്ള മറുപടി. പിന്നെ കണ്ടോ, ബക്രിയെ ശൈഖുൽ ഇസ്ലാമിനെ കാഫറാക്കിയിട്ടില്ല, അദ്ദേഹം മുർജിയായോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഉദറുണ്ട് എന്ന് പറയുന്ന വാദം ശരിയല്ല. നമ്മൾ പുതിയ കാരണം കണ്ടെത്തേണ്ടതില്ല എന്നിട്ട് അദ്ദേഹം പറയാൻ ഈ പറഞ്ഞ സംഗതി പോലെയാണ്, ഈ വ്യഭിചാരം പോലെ കളവ് പോലെ അതേ രീതിയിൽ പ്രതികരിക്കുക എന്നതുപോലെയാണ്. വകദാലിക തക്ഫീറു ഹഖ്ഖുൻ ലില്ലാഹ് ഫലാ യക്ഫുർ ഇല്ലാ മൻ കഫറഹു അല്ലാഹു വറസൂലുഹു, അല്ലെങ്കിൽ ഫലാ യുകഫർ ഇല്ലാ മൻ കഫറഹു അല്ലാഹു വറസൂലുഹു. തക്ഫീർ, ഒരാളെ കാഫറാക്കുക എന്ന് പറയുന്നതും അള്ളാഹുവിനുള്ള ഹക്കാണ്. അള്ളാഹു റസൂലും കാഫറാക്കിയ ഒരുത്തനല്ലാതെ കാഫറാവുകയില്ല, അല്ലെങ്കിൽ കാഫറാക്കപ്പെടുകയില്ല. കാരണം ഒരു നിർണിത വ്യക്തിയെ കാഫറാക്കുക എന്ന് പറയുന്നതും ആ കാഫറായ വ്യക്തിയെ കൊല്ലൽ അനുവദനീയമാവുക എന്ന് പറയുന്നതും അത് അയാൾക്ക് പ്രവാചകത്വത്തിന്റെ നുബുവത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയേണ്ട, അതിൽ അവലംബിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെളിവായിട്ടുള്ള ഹുജ്ജത്തിന് എതിരായ കാര്യം ചെയ്താൽ അയാൾ കാഫറായി തീരും. അങ്ങനെയുള്ള ഒരു ഹുജ്ജത്ത് അയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം. അപ്പൊ അവിടെ വ്യക്തമായി ഉദാഹരണ സഹിതം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു എന്തുകൊണ്ടാണ്. അതേ ഗ്രന്ഥത്തിൽ തന്നെ പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ഇതിനാൽ വലിഹാദാ ലം യുഖാബൽ ജഹ്ലുഹു, ചില കോപ്പികളിൽ ലം യുഖാബൽ എന്നുള്ളിടത്ത് ലം നുഖാബിൽ ജഹ്ലഹു എന്നും കാണാം. അദ്ദേഹത്തിന്റെ, അതിനെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ നിലപാടുള്ള ഇങ്ങോട്ട് കാഫറാക്കുന്ന ആളുകൾ, എതിർക്കുന്ന ആളുകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബക്രി. അതുകൊണ്ട് തന്നെ ജഹ്ലുഹു, അവന്റെ ജഹ്ലു എന്ന് പറഞ്ഞാൽ ബക്രിയുടെ ജഹ്ലിനെ അതേ നിലക്ക് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നില്ല. അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളെ അതുപോലെ തക്ഫീർ നടത്തിക്കൊണ്ടും കാഫറാണെന്ന് അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങളെ അതേ നിലക്കും അതിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പോ ജഹ്ലിനെ ജഹ്ല് കൊണ്ടും തക്ഫീറിനെ തക്ഫീർ കൊണ്ടും അല്ല ബക്രിയോട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ പറഞ്ഞ അതേ കാര്യം വീണ്ടും ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. ഏത് കളവ് പറഞ്ഞവനെതിരിൽ കളവ് ആരോപിക്കുകയും വ്യഭിചരിച്ചവനെതിരിൽ വ്യഭിചരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമികമായ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, വഖദ് കഫാനാ ദാലിക ശൈഖുഹു
വഗൈറുഹു മിനന്നാസ്. എന്നാൽ ഈ തന്നെ കാഫറാക്കിയ ഈ ജാഹിലായ ബക്രിയെ അയാൾ കാഫറാണെന്ന് തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയേണ്ടതില്ല. ആ പറയുന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ, അതായത് ബക്രിയുടെ തന്നെ ഷെയ്ഖ് നമുക്ക് ആ കാര്യം മതിയാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് പറയേണ്ടി വന്നിട്ടില്ല. അത് ബക്രിയുടെ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വേറെയും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. ഇങ്ങോട്ട് കാഫറാക്കിയാൽ അങ്ങോട്ട് കാഫറാക്കുന്നതിൽ നിന്ന് ആ കാര്യം നമുക്ക് മതിയാക്കി തന്നിട്ടുണ്ട് ഷെയ്ഖുഹു. ഈ ഷെയ്ഖ് ആരാണ്? ബക്രിയുടെ ഷെയ്ഖിനെ കുറിച്ചാണ്. ബക്രിയുടെ ഷെയ്ഖ് അൽ ജസരി എന്ന് ഇബ്നു തൈമിയ്യയുടെ പുസ്തകത്തിൽ കാണാൻ ചില ആളുകൾ ഇബ്നുൽ ജസരി എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഷെയ്ഖുമാരിൽപ്പെട്ട ആളാണ്. ഈ ഷെയ്ഖ് ഉസ്താദ് പറയാൻ തന്റെ ശിഷ്യനായ ബക്രിയെ ഉസ്താദ് തിരുത്തുന്നത് ഇബ്നു തൈമിയ്യയോട് നീ മറുപടി പറഞ്ഞ് ഗണ്ണിക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും അതിന് കാരണമായി അൻതലാ തുഹ്സിനുൽ കലാം, നിനക്ക് നന്നായി സംസാരിക്കാൻ കഴിയില്ല, അറിയാത്തവനാണ് നീ എന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തത് കാണാം. വഗൈറുഹു മിനന്നാസ്. ഈ ഉസ്താദ് ജസരി അല്ലാത്ത വേറെയും പല ആളുകളും ബക്രിയുടെ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലലാൽ, വഴികേടെന്താണ്, അജ്ഞത എന്താണ് എന്ന് അവർ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ന്യൂനതകൾ വിശദീകരിക്കുകയും ചെയ്തതിലൂടെ ഞാൻ ആ പണി നടത്തേണ്ടി വന്നിട്ടില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മുകളിൽ പറഞ്ഞ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയിവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ അങ്ങോട്ട് കാഫറാക്കിയവനെ അങ്ങോട്ട് കാഫറാക്കേണ്ടതില്ല, അത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ നിലപാടല്ല എന്ന് പറഞ്ഞത് പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണോ അല്ലേ എന്നുള്ളത് വേറൊരു വിഷയം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട അബാബുത്തൈൻ, അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ അബാബുത്തൈൻ, അദ്ദേഹത്തിന്റെ അൽ ഉദ്റു ബിൽ ജഹിൽ എന്ന് പറയുന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ അദ്ദുററുസ്സനിയ്യ എന്ന നജ്ദി ഉലമാക്കളുടെ ഫത്വകളും ക്ലാസുകളും വിശദീകരണങ്ങളും ലേഖനങ്ങളും ഒക്കെ അടങ്ങിയ സമാഹാരത്തിന്റെ 10ാം വാള്യം 364 മുതൽ 66 വരെയുള്ള പേജുകളിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അത് നേർക്കുനേരെ ഇവിടെ ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് അങ്ങനെയുള്ളവരെ തിരിച്ച് കാഫറാക്കേണ്ടതില്ല, എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമല്ലെന്നും തഅ്വീൽ കൊണ്ടാണെങ്കിൽ മാത്രം അയാളെ കാഫറാക്കേണ്ടതില്ല, അല്ലാത്ത വിഷയത്തിലാണെങ്കിൽ അങ്ങനെയുള്ളവരെ കാഫറാക്കണം എന്നും പറയുന്ന പണ്ഡിതവാചകങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളുടെയും ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന 2-3 പേജിലായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പരിശോധിക്കാനുള്ളത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്തുകൊണ്ട് ബക്രിയെ അല്ലെങ്കിൽ ബക്രിയെ ഏത് നിലയ്ക്ക് വിശേഷിപ്പിച്ചു. ഇവിടെപ്പോ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ആഷിക്ക് മാത്രമല്ല പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നേരത്തെ പറഞ്ഞ അർറദ്ദു അലൽ ബക്രി, ബക്രിക്കുള്ള മറുപടി അല്ലെങ്കിൽ അൽ ഇസ്തിഗാസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബക്രി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്കെതിരിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാദം ഉന്നയിക്കുന്നു. അത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ ഭീഷണിപ്പെടുത്തുക. ആ ഭീഷണിപ്പെടുത്തലിന് മറുപടിയായി ഫസ്ലുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായത്തിൽ ഈ ഭീഷണിപ്പെടുത്തുന്ന ബക്രിക്കുള്ള മറുപടി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാം. ഈ ഭീഷണിക്ക് അദ്ദേഹത്തിനുള്ള മറുപടി ഇതാണ്. തുടർന്ന് ഇബ്നു തൈമിയ്യ പറയുന്നു, ഞാൻ ഈ സന്ദർഭം വരെ ബക്രിയുടെ വാചകങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, എന്നാൽ എനിക്ക് ആ ബക്രിക്കുള്ള മറുപടി പൂർത്തിയാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നതിൽ നിന്ന് എന്നെ വ്യാപൃതമാക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ എനിക്ക് യാദൃച്ഛികമായി ഉണ്ടായി. അപ്പൊ മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി, വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതുവരെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതുവരെ? ഹത്താ അൻസലല്ലാഹു ബഅ്സഹു ബിഹാദൽ ജാഹിലിൽ ളാലിം, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ശിക്ഷ ഈ ജാഹിലിന്, ഈ ലാലിമിനും ഇവന്റെ പാർട്ടിക്കും, ആ അക്രമികളായ ആളുകളുടെ, ജാഹിലുകളായ ആളുകളുടെ പാർട്ടിക്കും ഈ ജാഹിലിനും അള്ളാഹു അവന്റെ ശിക്ഷ ഇറക്കുന്നത് വരെ ഈ വിഷയത്തിൽ. അപ്പൊ അതുവരെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, പിന്നെ എനിക്ക് വേറെ കുറച്ച് ചുറ്റുപാടുണ്ടായി, അതുകൊണ്ട് ആ മറുപടി കൊടുത്തിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയാൻ. ഈ ബക്രിയുടെ ആളുകൾ അല്ലെങ്കിൽ ബക്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ, അതായത് എന്നെ കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഈ ആളുകളുടെ അവസ്ഥ അല്ലെങ്കിൽ അവർ തുല്യമാകുന്നത് ആരോടാണ്? വകാനൂ ഫീ ദാലിക നദിറ മുസ്തഫ്തിഹീന മിനൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിന്ന്, ഇവിടെ നബിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്കാണ് വിജയമുണ്ടാവുക എന്ന്. നബിന്റെ കാലഘട്ടത്തിൽ വിജയം അവകാശപ്പെട്ട മുശ്രിക്കുകൾക്ക് തുല്യമാണ് ഈ ബക്രിയും കൂട്ടരും. കാരണം മുശ്രിക്കുകൾ അവകാശപ്പെട്ടത് നബിക്കും ഇസ്ലാമിനും ഞങ്ങൾക്ക് വിജയം ഉണ്ടാവുന്ന, ആ മുശ്രിക്കുകളുടെ വിജയവാദമാണ് ബക്രിയും കൂട്ടരും നടത്തി എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? ബക്രിയോടെ ബഹുമാനിച്ചതാണോ? ആരോടാണ് സാദൃശ്യപ്പെടുത്തിയത്? ഇനി അതിന്റെ ശേഷം കാണാം, വഹാദൽ വഈദുല്ലദീ ദക്കറഹു ഫീ കലാമിഹി ബിഹി വബി അഹ്സാബിഹി അൽയഖ് വഹും ബിഹി അഹഖ്.
തന്റെ സംസാരത്തിൽ ബക്രി പറഞ്ഞിട്ടുള്ള ഈ ഭീഷണി അവനും അവന്റെ കക്ഷികൾക്കുമാകുന്നു ഏറ്റവും അനുയോജ്യമായത്. അവനും അവന്റെ ആളുകളുമാണ് അഹഖു ആ ഭീഷണിക്ക് ഏറ്റവും അർഹരായവരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് എന്നെ ഭീഷണിപ്പെടുത്തിയ ആ ഭീഷണിയുടെ ഫലം ആർക്കുണ്ടായി? ബക്രിക്കും കൂട്ടർക്കും സംഭവിച്ചു. വഹാകദാ ഫഅലല്ലാഹ്. അപ്പൊ എനിക്ക് നാശം ഉണ്ടാവുന്നതാണല്ലോ ഭീഷണി. എന്നാൽ ആ നാശം സംഭവിച്ചതായിരുന്നു ഇബ്നു തൈമിയെ ഭീഷണിപ്പെടുത്തിയ ആൾക്കും അവന്റെ പാർട്ടിക്കും തന്നെ ഈ നാശമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ഫഅലല്ലാഹു തആല ബിഹിം, അല്ലാഹു അവരോട് ചെയ്തു ആ ഭീഷണിപ്പെടുത്തിയതുപോലെ ഭീഷണി അവർക്ക് വലിച്ചു. ഹൈദു ആഖബഹു വ ഹിസ്ബഹു ഉഖൂബത്തൽ മുഅ്തദീന അൽളാലിമീന ഉഖൂബത്തൻ ലം യുആഖിബ് ബിഹാ അഹദൻ മിൻ അശ്കാലിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ കക്ഷിയെയും അക്രമികളായ അതിരുവിട്ട ആളുകൾക്ക് നൽകുന്ന ശിക്ഷയേതോ ആ ശിക്ഷ നൽകിക്കൊണ്ട് അല്ലാഹു അക്കാര്യം അവരിൽ പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു ശിക്ഷ മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ല. ഈ കൂട്ടരെ പോലുള്ള ആളുകളിൽ നിന്ന് ഒരാൾക്കും, ലോകത്താർക്കും ഉണ്ടായിട്ടില്ല എന്നല്ല, ഇങ്ങനെ ബക്രിയെ പോലെയുള്ള ആളുകൾക്ക് ഒരാൾക്കും ഉണ്ടായിട്ടില്ലാത്ത ശിക്ഷ അവനെയും അവന്റെ ആളുകളെയും അല്ലാഹു ശിക്ഷിച്ചു. വഹാഉലാഇ മുളാഹൂന, ഈ ബക്രിയും കൂട്ടരും ഏതുപോലെയാണ്? നേരത്തെ പറഞ്ഞു മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടിന് തുല്യമാണ്. ഇവിടെ പറയുന്നതോ മുളാഹൂന ലിൽ മുശ്രിക്കീന അല്ലദീന നാദറു ഇമാമൽ ഹുനഫാഇ ഇബ്രാഹീമ സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി. എന്നിട്ട് പിന്നെ കുറെ തെളിവുകളും കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ തെളിവിന് ഇത് മതി. എന്താണ്? ഇമാമുൽ ഹുനഫ, ഹനീഫുകളായ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചായാതെ അള്ളാഹുവിലേക്ക് മാത്രം ചാഞ്ഞവർ, അതാണ് ശരിക്കും ഹുനഫ എന്ന് പറഞ്ഞാൽ ഹനീഫ്. അങ്ങനെ ചായുന്നവരുടെ യഥാർത്ഥ തൗഹീദിന്റെ ഇമാമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തർക്കം നടത്തിയ മുശ്രിക്കുകളോടാകുന്നു ഈ കൂട്ടർ സാദൃശ്യപ്പെടുന്നത്. അപ്പൊ ഇബ്രാഹിം നബിനോട് തൗഹീദിന്റെ കാര്യത്തിൽ തർക്കിച്ചത് ആരാണ്? അവിടുത്തെ വിഗ്രഹാരാധകരാണ്, മുശ്രിക്കുകളാണ് ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിൽ. ആ ഇബ്രാഹിം നബിയോട് ശിർക്കിന് വേണ്ടി തൗഹീദിനെതിരിൽ തർക്കിച്ച ഇബ്രാഹിം നബിയുടെ എതിരാളികളായ മുശ്രിക്കുകൾക്ക് തുല്യരാകുന്നു ബക്രിയും കൂട്ടരും. അപ്പൊ രണ്ടു തരം മുശ്രിക്കുകളോട് ഈ കാലഘട്ടത്തിലായിരുന്ന മുശ്രിക്കുകൾക്ക് തുല്യരാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഇത് മതി തിരിയുന്നവർക്ക് തിരിയാൻ. ഇനി ഇവിടെ തുടർന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം സുബ്കിയെ കാഫറാക്കിയോ ഇഖ്നായിയെ കാഫറാക്കിയോ? ഇല്ലല്ലോ എന്നാണ്. ആളെ എണ്ണി കാഫിരീങ്ങളെ ലിസ്റ്റ് ഉണ്ടാക്കലും അത് പ്രസിദ്ധീകരിക്കലും അല്ല ഇബ്നു തൈമിയന്റെ പണി, ആരുടെയും പണി. പറയേണ്ടടുത്ത് പറയണം എന്ന് മാത്രം. അപ്പോ സുബ്കി ചെയ്ത തെറ്റെന്താണ്? ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ അതുപോലുള്ള ഖുബൂരികൾ സ്വീകരിച്ച ഇസ്തിഗാസയുടെ നിലപാട് സുബ്കിക്കുണ്ടായിരുന്നോ ഇല്ലേ? അത് വ്യക്തമാക്കിയാൽ ബാക്കി മറുപടി ആവശ്യമാണെങ്കിൽ പറയാം. അതുപോലെ ഇഖ്നായിയെ അഹുൽ മുസ്ലിം എന്ന് പറഞ്ഞ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പുകഴ്ത്തിയിട്ടുണ്ട്. ഇഖ്നായിക്കുള്ള കുറ്റം എന്താണ്, തെറ്റെന്താണ്, അതും വിശദീകരിക്കണം. ഇഖ്നായിയെ സംബന്ധിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുന്നതുമായി, പ്രത്യേകിച്ച് മൊത്തത്തിൽ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകമായി പ്രതിപാദിക്കുന്നത് ഇതാണ്, നബിന്റെ ഖബർ മദീനത്തെ. അതുമായി ബന്ധപ്പെട്ട ഇഖ്നായിയുടെ വാദങ്ങൾക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മറുപടി നൽകിക്കൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, അർ-റദ്ദു അലൽ ഇഖ്നായി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഇതല്ലാതെ പ്രത്യക്ഷമായ കുഫർ അല്ലെങ്കിൽ ബക്രിക്കുള്ളതുപോലെ ഉള്ള നിലപാട് ഇഖ്നായിക്കുണ്ടായിരുന്നോ ഇല്ലേ? അതും വിശദീകരിച്ചാൽ ബാക്കി പറയാം. പിന്നെ ശൈഖുൽ ഇസ്ലാമിയ അവരെ കാഫറാക്കിയില്ല അവരെ കാഫിറുള്ള ജഹ്മികളെ കുറിച്ച് മറ്റവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ജഹ്മികളെ കുറിച്ച് അതിലെ ഓലാത്തുൽ ജഹ്മിയ, അതായത് ജഹ്മികൾ പല തരക്കാരാണ്, പല ഗ്രൂപ്പുണ്ട്. പിന്നെ ഓരോ അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലും അവരുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. അത് ജഹ്മികൾ മാത്രമല്ല, ഖദരിയാക്കൾക്ക് അതുണ്ട്, അതുപോലെ തന്നെ ഷിയാക്കൾക്കുണ്ട്, ഖവാരിജികൾക്കുണ്ട്. എല്ലാ കാലഘട്ടത്തിലെയും ഈ കക്ഷിക്കാരെ ഒരേപോലെ കാണാൻ പറ്റില്ല. കാരണം ഓരോ കാലഘട്ടങ്ങളിൽ അവരുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. വ്യത്യസ്ത ഗ്രൂപ്പുകൾ അത് വേറെയുണ്ട്. ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആദർശങ്ങളല്ല അതിനേക്കാൾ തീവ്രമായ നിലപാടിലേക്ക് പിൽക്കാലത്തേക്ക് പോകും. അപ്പൊ ആ കൂട്ടത്തിൽ ഈ ജഹ്മികളിൽപ്പെട്ട വ്യത്യസ്ത തരത്തിൽപ്പെട്ട ആളുകളിൽ ഗുലാത്ത്, അതിര് കവിഞ്ഞ ആളുകൾ, ഗുലുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞതാരാ? അന്നുഫാത്ത് എന്ന് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളും വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകളെയും സിഫത്തുകളെയും പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകൾ. ഈ ആളുകളെ ശൈഖുൽ ഇസ്ലാം കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സിഫത്തിന്റെ കാര്യത്തിൽ മാത്രം തർക്കമുന്നയിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ശൈഖുൽ ഇസ്ലാം വേറൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗണത്തിൽ ജഹ്മികൾ മാത്രമല്ല മറ്റു പലരെ കുറിച്ചും ഇതേ നിലപാട് സ്വീകരിച്ചത് കാണാം. അതിൽ മനസ്സിലാക്കാവുന്നത് എന്താ? നിങ്ങൾ
പറഞ്ഞതുപോലെ ഒട്ടക്കണക്കിന് ഒന്നായിട്ട് എതിർ കൊടുത്തു, നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങളാരും കാഫറുകളല്ല എന്നാണോ? അല്ല. ഈ പറയുന്ന കടുത്ത ആദർശം സ്വീകരിച്ച വ്യക്തികളോട് അവർ കാഫറുകളാണ്, അത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടാണ് എന്നതടക്കം ഒരുപാട് വാചകങ്ങൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വാദത്തിന് ഇതിൽ യാതൊരു തെളിവുമില്ല. ഇബ്നു തൈമിയ്യ എന്തുകൊണ്ട് കാഫറാക്കി, എന്തുകൊണ്ട് കാഫറാക്കിയില്ല എന്നത് ഇബ്നു തൈമിയ്യ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പുതുതായി നിങ്ങളുടെ വാദത്തിന് അനുകൂലമായി ആർക്കും എതിർ കൊടുക്കാം. ഏത് കുഫറും ഏത് ശിർക്കും ചെയ്യുന്നവനെ കാഫറാക്കാൻ ഒരു വകുപ്പുമില്ല. അതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്ന വാദത്തിന് അനുകൂലമായ ഒരു തെളിവും ഇതിലില്ല എന്ന് മാത്രമല്ല, അതിന് മറിച്ചാൽ. ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്